ഓക്കെ, ഗുഡ് മോർണിംഗ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ള അസോസിയേഷനെ കുറിച്ചാണ് പറയുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓർ സെബി ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പവേഴ്സ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് സെബി ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു റെഗുലേറ്റ് ദ മാറ്റേഴ്സ് റിലേറ്റഡ് വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള മാറ്ററുകളെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ് സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ദാറ്റ് മീൻസ് ദ ഇൻവെസ്റ്റേഴ്സ് ഹു ആർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓർ ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. So, to protect the interest of these investors or the listed securities is the main purpose of this institution. And this institution was established in 1988 and it has the only statutory power with enactment of SEBI in 1992 ജനുവരി. അതായത് 1988 പാർലമെൻറ്റിലെ സ്പെഷ്യൽ ആക്ട് പ്രകാരം പാസ്സാക്കപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെബി എന്ന് പറയുന്നത്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 1992 ജനുവരിയിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. സോ ദ അതോറിറ്റി ഇൻ കീ ഏരിയാസ് റിമെയിൻഡ് വിത്ത് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനി അഫയേഴ്സ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനി അഫയേഴ്സ്. കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്ററുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കമ്പനികൾക്ക് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് സെബി എന്നുള്ള അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ലൈൻ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി സെബി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്ലോസ് ആണ് ക്ലോസ് 49 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്ലോസ് 49 എന്ന് നോക്കാം. SEBI introduced a new clause 49 in the listing agreement of the stock exchanges via its circular dated 21st February 2000 specifying the principles of corporate governance. കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ കമ്പനികൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിനെയാണ് ക്ലോസ് 49 എന്ന് പറയുന്നത്. 2000 ഫെബ്രുവരി 21 ഈ ഒരു 2000 ഫെബ്രുവരി 21 ഇത്തരത്തിലുള്ള ഒരു ക്ലോസ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ക്ലോസിന് നമ്മൾ 2000 ഫെബ്രുവരി 21 ക്ലോസ് 49 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ ദിസ് ക്ലോസ് ഈസ് നീഡഡ് ഫോർ സ്പെസിഫൈയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസ് സ്പെസിഫൈ ചെയ്യാൻ അത്യാവശ്യം വേണ്ട ഒരു ക്ലോസ് ആണ് ഈ ക്ലോസ് 49 എന്ന് പറയുന്നത്. ദെയറാഫ്റ്റർ ഇറ്റ് ഇഷ്യൂഡ് സർക്കുലേഴ്സ് ഓൺ 9th മാർച്ച് 2000. 2000 മാർച്ച് 9 ഇതിന് ശേഷം അവർ ഫെബ്രുവരി 21 ശേഷം സർക്കുലർ പുറത്തിറക്കുകയും 12 സെപ്റ്റംബർ 2000 ഇതിന് ഭാഗമായിട്ട് സർക്കുലർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഇറ്റ് ഡീൽസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ഇറ്റ്സ് അപ്ലിക്കബിലിറ്റി, റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ്, അമെൻഡ്മെൻറ്റ്സ് എക്സെട്ര. കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ഡെവലപ്പ് ചെയ്യുകയും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അപ്ലിക്കബിലിറ്റിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സുകളെ പറ്റിയിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള അമെൻമെൻറ്റുകളുമാണ് ഈ ക്ലോസ് 49 പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. സോ ക്ലോസ് 49 ഈസ് ദ ന്യൂ ക്ലോസ് ഡെവലപ്ഡ് ബൈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓൺ 2000 ഫെബ്രുവരി 21. 2000 ഫെബ്രുവരി 21 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ ക്ലോസ് ആണ് ക്ലോസ് 49 എന്ന് പറയുന്നത്. ദ എയിം ഓഫ് ദിസ് ക്ലോസ് ഈസ് ടു സ്പെസിഫൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസ് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്ലോസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് 2000 മാർച്ച് 9 2000 സെപ്റ്റംബർ 12 ഫർദർ ക്ലോസുകൾ ഇവർ ഡെവലപ്പ് ചെയ്തു. ഇറ്റ് ഡീൽസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രൊവിഷൻസുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇറ്റ്സ് അപ്ലിക്കബിലിറ്റി, റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ്, അമെൻഡ്മെൻറ്റ്സ് എക്സെട്ര. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ക്ലോസ് 49 പ്രധാനപ്പെട്ട ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് മാൻഡേറ്ററി റിക്വയർമെൻറ്റ്. സെബി ആക്ട് പ്രകാരം ഡെവലപ്പ് ചെയ്തിട്ടുള്ള മാൻഡേറ്ററി റിക്വയർമെൻറ്റ്. എന്താണ് മാൻഡേറ്ററി റിക്വയർമെൻറ്റ് നോക്കാം. മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഇൻക്ലൂഡ് കോമ്പോസിഷൻ ഓഫ് ബോർഡ്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, കോമ്പൻസേഷൻ ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്, കോഡ് ഓഫ് കണ്ടക്ട്, കോമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, മീറ്റിംഗ്സ്, റോള്, പവേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, CEO CFO സർട്ടിഫിക്കേഷൻ ഓർ കംപ്ലയൻസ്. മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ആണെങ്കിൽ ഒരു ഫേമിന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റുകളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്രമാത്രം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് പ്രതിപാദിക്കണം. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അല്ലാത്തവരെ
കോമ്പൻസേഷൻ ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്, ഡയറക്ടേഴ്സിൻ്റെ കോമ്പൻസേഷനും അതുപോലെ തന്നെ ഡിസ്ക്ലോഷേഴ്സ്. കോഡ് ഓഫ് കണ്ടക്ട്, ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സും ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് കണ്ടക്ട്. കോമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ. അതുപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗ്സ്, റോൾ, പവേഴ്സ് എക്സെട്ര ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റിയുടെ റോളും അതുപോലെ തന്നെ അതിൻ്റെ അധികാരവും. CEO CFO സർട്ടിഫിക്കേഷൻ ഓർ കംപ്ലയൻസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർക്കും വേണ്ട മേജർ ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ കംപ്ലയൻസ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് മാൻഡേറ്ററി റിക്വയർമെൻറ്റുകളായിട്ട് ഇതിൽ ക്ലോസ് 49 പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡ് മെയിൻ്റനൻസ് ഓഫ് ബോർഡ്, കോമ്പോസിഷൻ ഓഫ് റെമ്യൂണറേഷൻ കമ്മിറ്റി, ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ്, ഓഡിറ്റർ ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ് ഓഫ് ബോർഡ് മെമ്പേഴ്സ്, മെക്കാനിസം ഫോർ ഇവാലുവേറ്റിംഗ് നോൺ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സ് ഓർ വിസിൽ ബ്ലോവർ പോളിസി എക്സെട്ര. നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബോർഡ് മെയിൻ്റനൻസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മെയിൻ്റനൻസ്, കോമ്പോസിഷൻ ഓഫ് റെമ്യൂണറേഷൻ കമ്മിറ്റി, റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ കോമ്പോസിഷൻ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ്, ഓരോ പർട്ടിക്കുലർ ഷെയർ ഹോൾഡറുടെ അവകാശങ്ങളെക്കുറിച്ചിട്ടും ഓഡിറ്റർക്ക് വേണ്ട സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസിനെ പറ്റിയിട്ടും ബോർഡ് മെമ്പേഴ്സിന് നൽകേണ്ട ട്രെയിനിങ് മെക്കാനിസത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ബോർഡ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നതും വിസിൽ ബ്ലോവർ പോളിസി, ഇത്രയും കാര്യങ്ങളാണ് നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റുകളായിട്ട് ക്ലോസ് 49 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻ, റെമ്യൂണറേഷൻ കമ്മിറ്റി, ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ്, ഓഡിറ്റർ ക്വാളിഫിക്കേഷൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ട്രെയിനിങ്, ഇവാലുവേഷൻ ഓഫ് നോൺ എക്സിക്യൂട്ടീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മെക്കാനിസം ഓഫ് വിസിൽ ബ്ലോയിങ്. നെക്സ്റ്റ് മൂന്നാമത് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ക്ലോസ് 49 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോക്കാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് മസ്റ്റ് ഹാവ് എ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അതായത് ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടറിൽ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് സ്വതന്ത്ര അധികാരമുള്ള ഡയറക്ടേഴ്സ് അതിലുണ്ടായിരിക്കണം. വേർ ദ ചെയർമാൻ ഈസ് എൻ എക്സിക്യൂട്ടീവ് ഓർ എ പ്രൊമോട്ടർ. ചെയർമാൻ എന്നുള്ളത് ഒരു എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടറോ ആണെങ്കിലും ഓർ റിലേറ്റഡ് പ്രൊമോട്ടർ ഓർ എ സീനിയർ ഒഫീഷ്യൽ. ചെയർമാനായിട്ടൊരു വ്യക്തി അല്ലെങ്കിൽ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവോ ഒരു പ്രൊമോട്ടറോ ഒരു റിലേറ്റഡ് പ്രൊമോട്ടറോ ഒരു സീനിയർ ഒഫീഷ്യലോ ആയിരിക്കണം. ദെൻ അറ്റ്ലീസ്റ്റ് 1/2 ഓഫ് ദ ബോർഡ് ഷുഡ് കംപ്രൈസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ബോർഡിൻ്റെ 1/2% ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. 2 പേരുണ്ടെങ്കിൽ അതിലൊരു വ്യക്തി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം എന്നർത്ഥം. ഇൻ അതർ കേസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ബോർഡ് സൈസ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബോർഡിൻ്റെ മൊത്തം സൈസിൻ്റെ 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. 3 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഇഫ് എ ബോർഡ് ഹാസ് 3 ഡയറക്ടേഴ്സ് 1 പേഴ്സൺ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഒരു വ്യക്തി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആൻഡ് 1 വുമൺ ഡയറക്ടർ ഈസ് ആൾസോ നെസസറി. അതുകൂടാതെ ഒരു വിമൻ ഡയറക്ടറും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് ക്ലോസ് 49 പറയുന്നത്. എ റിലേറ്റീവ് ഓഫ് എ പ്രൊമോട്ടർ ഓർ ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷാൾ നോട്ട് ബി റിഗാർഡഡ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഒരു പ്രൊമോട്ടറുടെയോ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെയോ റിലേറ്റീവിനെ ഒരിക്കലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള ക്ലോസ് 49 പറയുന്നത്. അപ്പോൾ ക്ലോസ് 49 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ച് നിർബന്ധമായിട്ട് മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവോ പ്രൊമോട്ടറോ റിലേറ്റഡ് പ്രൊമോട്ടറോ സീനിയർ ഒഫീഷ്യലോ ആയിരിക്കണം. അതുകൂടാതെ മൊത്തം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്നുള്ള കമ്പനിയുടെ ടോട്ടൽ ബോർഡിൻ്റെ 1/2 ഓർ 1/3 ആയിരിക്കണം. എ റിലേറ്റീവ് ഓഫ് എ പ്രൊമോട്ടർ ഓർ ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെയോ പ്രൊമോട്ടറുടെയോ റിലേറ്റീവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് റിഗാർഡ് ചെയ്യില്ല അല്ലെങ്കിൽ കൺസിഡർ ചെയ്യില്ല. നെക്സ്റ്റ് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റി. എന്താണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് നോക്കാം. ഓഡിറ്റ് കമ്മിറ്റി ഷാൾ ഹാവ് എ മിനിമം 3 ഡയറക്ടേഴ്സ് ആസ് മെമ്പേഴ്സ്. ഓഡിറ്റ് കമ്മിറ്റിയിൽ 3 ഡയറക്ടേഴ്സെങ്കിലും മെമ്പർമാരായിട്ടുണ്ടായിരിക്കണം. 2/3 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഷാൾ ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അതായത് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ ഓഡിറ്റ് കമ്മിറ്റിയുടെ മൊത്തം മെമ്പേഴ്സിൻ്റെ 2/3 അതായത് 2/3 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഷാൾ ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അവർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റിയുടെ 2/3 എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ആൾ മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഷാൾ ബി ഫിനാൻഷ്യലി ലിറ്ററേറ്റ്. ഓഡിറ്റ് കമ്മിറ്റിയുടെ എല്ലാ മെമ്പേഴ്സും ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം.
and at least one member shall have accounting or related financial management expertise. അതിൽ ഒരു മെമ്പർക്കെങ്കിലും അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസുമായിട്ടോ റിലേഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞത്. ഓഡിറ്റ് കമ്മിറ്റിയിൽ മിനിമം 3 ഡയറക്ടേഴ്സ് മെമ്പർമാരായിട്ടുണ്ടായിരിക്കണം. 2/3 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റിയുടെ മൊത്തം 3/2 മെമ്പർമാർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർമാരായിരിക്കണം. ആൾ മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റിയുടെ എല്ലാ മെമ്പേഴ്സും ലിറ്ററേറ്റ് ആയിരിക്കണം, ഫിനാൻഷ്യലി ലിറ്ററേറ്റ്, അതായത് നോളേജ് ഓഫ് ഫിനാൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ മെമ്പർ ഷാൾ ഹാവ് ആൻ അക്കൗണ്ടിങ് ഓർ റിലേറ്റഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ്. ഒരു മെമ്പർക്കെങ്കിലും അക്കൗണ്ടിങ് ഓർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, CEO CFO സർട്ടിഫിക്കേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ്. ഇൻറ്റേർണൽ കൺട്രോൾസുമായി ബന്ധപ്പെട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെയും സർട്ടിഫിക്കേഷൻ. CEO and CFO accept responsibility for establishing and maintaining internal controls and that they have evaluated the effectiveness of the internal control system of the company and they have disclosed to the auditors and the audit committee deficiencies in the design or operation of internal controls, if any of which they are aware of, and the steps they have taken or propose to take or rectify these deficiencies. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ആക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻറ്റേർണൽ കൺട്രോൾസ്. ഇൻറ്റേർണൽ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി അവർ ആക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് ദേ ഹാവ് ഇവാലുവേറ്റഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുകയും ആൻഡ് ദേ ഹാവ് ഡിസ്ക്ലോസ്ഡ് ടു ദ ഓഡിറ്റേഴ്സ്, ഓഡിറ്റേഴ്സിനോട് ഡിസ്ക്ലോസ് ചെയ്യണം. ആൻഡ് ദ ഓഡിറ്റ് കമ്മിറ്റി ഡെഫിഷ്യൻസീസ് ഇൻ ദ ഡിസൈൻ ഓർ ഓപ്പറേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഓപ്പറേഷനിലും ഡിസൈനിലും നിർബന്ധമായിട്ടും ഓഡിറ്റ് കമ്മിറ്റി ഡെഫിഷ്യൻസികൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ഇഫ് any of which they are aware of and the steps they have taken or proposed to take or rectify these deficiencies. ഈ ഡെഫിഷ്യൻസികൾ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നിർബന്ധമായിട്ടും എടുക്കണം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും നിർബന്ധമായിട്ടും എടുക്കണം. അതുകൊണ്ട് തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻറ്റേർണൽ കൺട്രോൾസ്. ഇൻറ്റേർണൽ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് അവർ. സോ ദാറ്റ് ദേ ഹാവ് ഇവാലുവേറ്റഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ് അവർ ഇവാലുവേറ്റ് ചെയ്യുകയും ആൻഡ് ദേ ഹാവ് ഡിസ്ക്ലോസ്ഡ് ടു ദ ഓഡിറ്റേഴ്സ് ആൻഡ് ദ ഓഡിറ്റ് കമ്മിറ്റി ഡെഫിഷ്യൻസീസ്. ഓഡിറ്റ് കമ്മിറ്റിയുടെ ഡെഫിഷ്യൻസികൾ ഉണ്ടെങ്കിൽ ഇൻ ദ ഡിസൈൻ ഓർ ഓപ്പറേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ് അത് അനലൈസ് ചെയ്യുകയും വേണം. നെക്സ്റ്റ്, ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് കംപ്ലൈൻസ്. Shareholders section in the disclosures of clause 49 states that a board committee under chairmanship of a non-executive director shall specifically look into the redressal of shareholder and investors complaints like transfer of shares, non-receipt of balance sheet, non-receipt of declared dividends, etc. The committee shall be designated as shareholders or investors grievance committee. അതായത് ഷെയർ ഹോൾഡേഴ്സ് സെക്ഷൻ ഇൻ ദ ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ക്ലോസ് 49, ക്ലോസ് 49 പറഞ്ഞിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് സെക്ഷൻ പ്രകാരം ദാറ്റ് എ ബോർഡ് കമ്മിറ്റി അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറിൻ്റെ ചെയർമാൻഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ബോർഡ് കമ്മിറ്റിയിൽ ഷാൾ സ്പെസിഫിക്കലി ലുക്ക് ഇൻ ടു ദ റിഡ്രസൽ ഓഫ് ദ ഷെയർ ഹോൾഡർ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കംപ്ലൈൻസ്, ഇൻവെസ്റ്റേഴ്സ് കംപ്ലൈൻസുകൾ റിഡ്രസൽ ചെയ്യുകയും, അതായത് ട്രാൻസ്ഫർ ഓഫ് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ബാലൻസ് ഷീറ്റ് റിസിപ്റ്റ് ചെയ്യാത്ത സമയത്തും നോൺ റെസിപ്റ്റ് ഓഫ് ഡിക്ലെയർഡ് ഡിവിഡൻഡ് റിസിപ്റ്റ് ചെയ്യുന്നെങ്കിലും സ്വാഭാവികമായിട്ടും ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കംപ്ലൈൻറ്റുകൾ റിഡ്രസൽ ചെയ്യേണ്ടി വരും. ദ കമ്മിറ്റി ഷാൾ ബി ഡെസിഗ്നേറ്റഡ് ആസ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് കമ്മിറ്റി. ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ ഗ്രീവൻസ് കമ്മിറ്റി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഷെയർ ഹോൾഡറുടെയോ ഇൻവെസ്റ്ററുകളുടെയോ കംപ്ലൈൻറ്റുകൾ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടിട്ടാകാം, ബാലൻസ് ഷീറ്റ് നോൺ റെസിപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാകാം, ഡിവിഡൻറ്റുകൾ ഡിക്ലെയർ ചെയ്യുന്നത് നോൺ റെസിപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാകാം. ഇത്തരത്തിലുള്ള മാറ്ററുകളിൽ സ്പെസിഫിക് റിഡ്രസൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കമ്മിറ്റി ഷാൾ ബി ഡെസിഗ്നേറ്റഡ് ആസ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് കമ്മിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് കമ്മിറ്റി എന്ന പേരിലൊരു കമ്മിറ്റി ഡെവലപ്പ് ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകളെ കുറിച്ചിട്ട് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ക്ലോസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, കോഡ് ഓഫ് കണ്ടക്റ്റ് ഓർ എത്തിക്സ്.
The board shall lay down a code of conduct for all board members and senior management of the company. The code of conduct shall be posted on the website. All board members and senior management personnel shall affirm compliance with the code on annual basis. അതായത് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ബോർഡ് ഷാൾ ലേ ഡൗൺ എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ആൾ ബോർഡ് മെമ്പേഴ്സ്. എല്ലാ ബോർഡ് മെമ്പേഴ്സിനും വേണ്ടിയിട്ട് ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുകയും ആൻഡ് സീനിയർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനിയുടെ സീനിയർ മാനേജ്മെൻറ്റിലും ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. ദ കോഡ് ഓഫ് കണ്ടക്ട് ഷാൾ ബി പോസ്റ്റഡ് ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്പനിയുടെ വെബ്സൈറ്റിൽ കോഡ് ഓഫ് കണ്ടക്ട് പോസ്റ്റ് ചെയ്യണം. ആൾ ബോർഡ് മെമ്പേഴ്സ് ആൻഡ് സീനിയർ മാനേജ്മെൻറ്റ് പേഴ്സണൽ, എല്ലാ ബോർഡ് മെമ്പേഴ്സും സീനിയർ മാനേജ്മെൻറ്റ് പേഴ്സണൽസും ഷാൾ അഫേം കംപ്ലയൻസ് വിത്ത് ദ കോഡ് ഓൺ ആനുവൽ ബേസിസ്. ആനുവൽ ബേസിസിൽ അതിൻ്റെ കംപ്ലയൻസസ്, കോഡുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലയൻസസ് അനലൈസ് ചെയ്യുകയും വേണം. എല്ലാ ബോർഡ് മെമ്പേഴ്സും സീനിയർ മാനേജ്മെൻറ്റ് പേഴ്സണൽസും ഷാൾ അഫേം കംപ്ലയൻസുകൾ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കംപ്ലയൻസുകൾ അഫേം ചെയ്യുകയും വിത്ത് ദ കോഡ് ഓൺ ആനുവൽ ബേസിസിൽ അഫേം ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ്, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. എന്താണ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്ന് നോക്കാം. Listed companies must periodically make various disclosures regarding the financial and commercial transactions, remuneration of directors, etc. to ensure transparency. ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ പീരിയോഡിക്കലായിട്ട് എന്ത് ചെയ്യണം? മേക്ക് വേരിയസ് ഡിസ്ക്ലോഷേഴ്സ്, വ്യത്യസ്ത ഡിസ്ക്ലോഷറുകൾ മേക്ക് ചെയ്യുകയും റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള വേരിയസ് ഡിസ്ക്ലോഷേഴ്സ് പീരിയോഡിക്കലി മേക്ക് ചെയ്യുകയും റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഡിസ്ക്ലോസ് ചെയ്യുകയും വേണം. എക്സെട്ര ടു എൻഷുവർ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താൻ വേണ്ടി ഡയറക്ടേഴ്സ് റെമ്യൂണറേഷനും ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള വേരിയസ് ഡിസ്ക്ലോഷേഴ്സും പീരിയോഡിക്കലി മേക്ക് ചെയ്യണം എന്നതാണ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. So, listed companies must periodically make various disclosures periodically make ചെയ്യുകയും എന്തിനെ പറ്റിയിട്ടാണ്? റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസ്, റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ്, എക്സെട്ര ടു എൻഷുവർ ട്രാൻസ്പെറൻസി. നെക്സ്റ്റ്, റിപ്പോർട്ട് ആൻഡ് കംപ്ലയൻസ്. Annual reports of listed companies must carry status reports about compliance with corporate governance norms. There should be a separate section in the annual report on compliance with corporate governance signed by the compliance officer or CEO company to disclose compliance with non-mandatory requirements in annual reports. ആനുവൽ റിപ്പോർട്ട്സ് ഓഫ് ലിസ്റ്റഡ് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സിൽ പ്രധാനമായിട്ടും ക്യാരി ചെയ്യുന്നത് സ്റ്റാറ്റസ് റിപ്പോർട്ട്സ് ആയിരിക്കും. എബൌട്ട് ദ കംപ്ലയൻസ് വിത്ത് കോർപ്പറേറ്റ് ഗവേണൻസ് നോംസുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ടുകൾ ക്യാരി ചെയ്യണം. ദർ ഷുഡ് ബി എ സെപ്പറേറ്റ് സെക്ഷൻ ഇൻ ദ ആനുവൽ റിപ്പോർട്ടിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടായിരിക്കണം ഓൺ കംപ്ലയൻസ് വിത്ത് ദ കോർപ്പറേറ്റ് ഗവേണൻസ് സൈൻഡ് ബൈ ദ കംപ്ലയൻസ് ഓഫീസർ ഓർ CEO. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ CEOയോ അല്ലെങ്കിൽ കംപ്ലയൻസ് ഓഫീസറോ സൈൻ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ സ്പേസ് അതിലുണ്ടാക്കണം. ദർ ഷുഡ് ബി സെപ്പറേറ്റ് സെക്ഷൻ ആനുവൽ റിപ്പോർട്ട് ഓൺ കംപ്ലയൻസ് വിത്ത് കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് കംപ്ലൈ ചെയ്യാനുള്ള സ്പെഷ്യൽ സെക്ഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. കമ്പനി ടു ഡിസ്ക്ലോസ് കംപ്ലയൻസ് വിത്ത് നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് ഇൻ ആനുവൽ റിപ്പോർട്ടുകളിൽ നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റുകൾ കംപ്ലയൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിക്വയർമെൻറ്റുകൾ കംപ്ലയൻസ് ചെയ്യാനുള്ള ഒരു ഡിസ്ക്ലോഷറും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് റിപ്പോർട്ട് ആൻഡ് കംപ്ലയൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ലിസ്റ്റഡ് കമ്പനികൾ സ്റ്റാറ്റസ് റിപ്പോർട്ടുകൾ ക്യാരി ചെയ്യുകയും കോർപ്പറേറ്റ് ഗവേണൻസ് നോംസുകൾ അവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. ദർ ഷുഡ് ബി എ സെപ്പറേറ്റ് സെക്ഷൻ ഇൻ ദ ആനുവൽ റിപ്പോർട്ടിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടാവുകയും കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഡെവലപ്പ് ചെയ്യുകയും ആൻഡ് ഇറ്റ് ഷാൾ ബി സൈൻഡ് ബൈ ദ കംപ്ലയൻസ് ഓഫീസർ ഓർ CEO. കംപ്ലയൻസ് ഓഫീസറോ CEOയോ അത് സൈൻ ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ്, പീനൽ പ്രൊവിഷൻസ്. എന്താണ് പീനൽ പ്രൊവിഷൻസ് നോക്കാം. ഫോർ വയലേഷൻ ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്, സെക്ഷൻ 23E ഓഫ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 provides for a pecuniary penalty of up to ₹25 crores on the company. പീനൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഫോർ വയലേഷൻ ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള വയലേഷൻ വരുത്തിക്കഴിഞ്ഞാൽ സെക്ഷൻ 23E പ്രകാരം സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 സെക്ഷൻ 23E പ്രകാരം പെക്യൂനിയറി പെനാൽറ്റി ഓഫ് അപ് ടു ₹25 crores ഓൺ ദ കമ്പനിയുടെ മുകളിൽ 25 കോടി രൂപ വരെ പെനാൽറ്റി ചുമത്താനുള്ള അധികാരം ഉണ്ട്. ഫോർ വയലേഷൻ ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ വയലേഷൻ വരുത്തിയാൽ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് റെഗുലേഷൻ ആക്ട് 1956 23
ഇ പ്രകാരം, സെക്ഷൻ 23 പ്രകാരം പെക്യൂനിയറി പെനാൽറ്റി ആയിട്ടുള്ള 25 crores വരെ കമ്പനിയുടെ മുകളിൽ ചുമത്താനുള്ള അധികാരം ഉണ്ട്. അപ്പോൾ ദീസ് ആർ ദ മെയിൻ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ റിവൈസ്ഡ് ക്ലോസ് 49. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ക്ലോസ് 49 വന്നിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള റിവൈസ്ഡ് റിക്വയർമെൻറ്റുകളാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സെബിയുടെ റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് 2009 വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് 2015, പിന്നെ പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ 2015 വന്നിട്ടുള്ള ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് സെബിയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണും. ഓക്കെ, താങ്ക് യു.